സ്വർഗീയ മധ്യസ്ഥൻ്റെ തിരുനാൾ കുടുംബാംഗങ്ങളുടെ ജന്മവാർഷികം, വിവാഹവാർഷികം തുടങ്ങിയവ ആചരിക്കുന്ന പോലെ കുടുംബാംഗങ്ങളിൽ ഓരോരുത്തരുടെയും സ്വർഗീയ മധ്യസ്ഥൻ്റെ തിരുനാൾ ലളിതമായ രീതിയിലും കുടുംബാംഗങ്ങളിൽ ആഘോഷിക്കുന്ന പതിവാണ്. തിരുനാൾ കുടുംബാംഗങ്ങളുടെ എല്ലാവരും ദിവ്യബലിയിൽ സംബന്ധിക്കേണ്ടതും ദിവ്യകാരുണ്യം സ്വീകരിക്കേണ്ടതുമാണ്. തിരുനാൾ ആഘോഷിക്കുന്ന വ്യക്തിക്ക് കുടുംബാംഗങ്ങൾ പാരിതോഷികം നൽകുന്നതും മംഗളം ആശംസിക്കുന്നതും നല്ല പതിവാണ്. തിരുനാളിൻ്റെ തലേ ദിവസം വൈകിട്ട്, തിരുനാൾ ദിവസം രാവിലെയോ കുടുംബാംഗങ്ങളെല്ലാവരും പ്രസ്തുത വ്യക്തിക്ക് മംഗളം ആശംസിക്കുന്നതിനായി പ്രാർത്ഥനാമുറിയിൽ സമ്മേളിക്കുന്നു. തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ വിളക്ക് കത്തിച്ചിരിക്കുന്നു. ശുശ്രൂഷയുടെ അവസാനം വിതരണം ചെയ്യാനുള്ള മധുരപലഹാരം, പൂച്ചെണ്ടുകൾ, തളിക്കുവാനുള്ള പനിനീർ ഇവയും കരുതിയിരിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. മാലാഖമാരെ കാവൽക്കാരായും വിശുദ്ധരെ മധ്യസ്ഥരായും നൽകിക്കൊണ്ട് ഞങ്ങളെ അനുസ്യൂതം കാത്തു പരിപാലിക്കുന്ന ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ അനന്തമായ പരിപാലനയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ മകൻ്റെ സ്വർഗീയ മധ്യസ്ഥൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ ഞങ്ങളുടെ കുറവുകൾ പരിഗണിക്കാതെ ഈ ദാസനിൽ കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 146. ആകാശവും ഭൂമിയും സദാ ദൈവ സ്തുതിക്കുന്നതിനായി സങ്കീർത്തകൻ പ്രസ്താവിക്കുന്നു. ആകാശമണ്ഡലത്തിലും അത്യുന്നതങ്ങളിൽ നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ മാലാഖമാരെ സൈന്യങ്ങളെ നിങ്ങൾ അവിടുത്തെ പുകഴ്ത്തുവിൻ. സൂര്യൻ, ചന്ദ്രൻ, താരാഗണമേ കർത്താവിനെ സ്തുതിക്കുവിൻ. ഇഴജന്തുക്കളെ, പറവകളെ, രാജാക്കന്മാരെ, പ്രഭുക്കളെ കർത്താവിനെ സ്തുതിക്കുവിൻ. യുവാക്കളെ, കന്യകമാരെ, വൃദ്ധരെ, ശിശുക്കളെ കർത്താവിൻ്റെ നാമം പ്രകീർത്തിക്കുവിൻ. അവിടുത്തേക്ക് പ്രിയപ്പെട്ടവരായ ഇസ്രായേലിൻ്റെയും വിശുദ്ധരുടെയും മഹത്വം അവിടുന്ന് തന്നെയാണല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. സുവിശേഷ വായന. നിങ്ങൾക്ക് സമാധാനം, അങ്ങേക്കും സമാധാനം. വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സുവിശേഷം, മത്തായി 5-ാം അധ്യായം 13 മുതൽ 16 വരെ വാക്യങ്ങൾ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് ഉറകിട്ട് പോയാൽ എന്തുകൊണ്ട് അത് ഉറകൂട്ടി പുറത്തു കളഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ ഒന്നിനും ഉപകരിക്കുകയില്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. മലമേൽ പണിയപ്പെട്ടിരിക്കുന്ന പട്ടണത്തിന് മറഞ്ഞിരിക്കുവാൻ സാധിക്കുകയില്ല. വിളക്ക് കൊളുത്തി പീഠത്തിന്മേലല്ലാതെ ആരും പറയിൻ കീഴിൽ വയ്ക്കാറില്ല. അപ്പോൾ വീട്ടിലേക്കുള്ള എല്ലാവർക്കും അത് വെളിച്ചം കൊടുക്കുന്നു. ഇങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട് സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ മഹത്വപ്പെടുത്തുന്നതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മേൽ വർഷിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ ഇനി തിരുനാൾ ആഘോഷിക്കുവാൻ അനുഗ്രഹം നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ഇന്ന് സ്വർഗീയ മധ്യസ്ഥൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന അങ്ങയുടെ ദാസർക്ക് ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസം, ശരണം, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങളിലും എല്ലാ സുഹൃത്തുക്കളിലും ഈ ദാസൻ അനുദിനം വളർന്നു വരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉത്തമരായ ധാരാളം സുഹൃത്തുക്കളെയും ഉദാരമതികളായ ഉപകാരികളെയും നൽകി ഇയാളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനിയും ആരോഗ്യവാനായി ഞങ്ങളുടെ കൂടെ ദീർഘനാൾ വസിക്കുവാനും അഭിമാനസ്തംഭമായി വിരാജിക്കുവാനുള്ള അനുഗ്രഹം വ്യക്തിക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാൻ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളിലും സ്തുതികളിലും കരുണാപൂർവം സ്വീകരിക്കണമേ. വിശുദ്ധൻ്റെ സ്വർഗീയ മധ്യസ്ഥത്താൽ ഇയാളെ സന്തോഷത്തിലും സൗഭാഗ്യത്തിലും നിലനിർത്തണമേ. അപകടങ്ങളിൽ സംരക്ഷിക്കുകയും അനുഗ്രഹങ്ങൾ നൽകി പരിപാലിക്കുകയും ചെയ്യണമേ. ലോകാവസാനത്തിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ അനുഗ്രഹം നൽകണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. മധുരപലഹാരത്തിൻ്റെ ആശീർവാദം. വിശുദ്ധിയിൽ സംപ്രീതനാകി
അവരുടെ മധ്യസ്ഥത്താൽ അനുഗ്രഹങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്ന സ്നേഹമയനായ കർത്താവേ, ഈ മംഗളമുഹൂർത്തത്തിൽ ഞങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന ഈ മധുര ഭോജ്യത്തെ ആശീർവദിക്കണമേ. ഇതിൽ നിന്ന് മാധുര്യം അനുഭവിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ സ്വർഗീയ മാധുരി ആസ്വദിക്കുവാൻ്റെ അനുഗ്രഹം നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. യേശുമിശിഹായിക്കും സ്തുതിയായിരിക്കും.